കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ തൃശൂരിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഫോറൻസിക് ലാബിന് സ്ഥലം അനുവദിക്കാത്തതിനെ ചൊല്ലി സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപി രംഗത്ത്. മനഃപൂർവ്വം തടസ്സം നിൽക്കുന്നവരെ തിരിച്ചറിയണമെന്ന് തൃശൂർ മത്സ്യ മാംസ മാർക്കറ്റിൽ നടത്തിയ SG കോഫി ടൈം പരിപാടിയിൽ സംസാരിക്കവേ അദ്ദേഹം ആവശ്യപ്പെട്ടു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് ഇടപെട്ടാണ് തൃശൂരിൽ ഫോറൻസിക് ലാബ് സ്ഥാപിക്കുന്നതിന് 8 ഏക്കർ സ്ഥലം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. രാജ്യത്ത് അതീവ പ്രാധാന്യത്തോടെ സ്ഥാപിക്കുന്ന ഈ ലാബ് കേരളത്തിലെ കുറ്റാന്വേഷണ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ കഴിവുള്ള ഒന്നാണ്. എന്നാൽ കേന്ദ്രത്തിന്റെ ആവശ്യം പരിഗണിക്കാതെ ചീഫ് സെക്രട്ടറി കേന്ദ്രത്തിന് കത്ത് നൽകിയത് തൃശൂരിലെ ജനപ്രതിനിധികളെയും രാഷ്ട്രീയ നേതാക്കളെയും അമ്പരപ്പിച്ചു. തൃശൂരിൽ ലാബിനായി സ്ഥലം ലഭ്യമല്ലെന്നും തിരുവനന്തപുരത്ത് സ്ഥലം നൽകാമെന്നുമാണ് ചീഫ് സെക്രട്ടറി കത്തിൽ വ്യക്തമാക്കിയത്. തൃശൂരിൽ സ്ഥലം നിഷേധിച്ചാൽ ആ ലാബ് തിരുവനന്തപുരത്തിന് നൽകേണ്ടതില്ലെന്നും അത് തമിഴ്നാടിന് കൊടുത്തോളൂ എന്ന് താൻ പറഞ്ഞതായും സുരേഷ് ഗോപി വെളിപ്പെടുത്തി. തൃശൂരിന്റെ വികസനത്തെ മനഃപൂർവ്വം തടസ്സപ്പെടുത്തുന്നതിലുള്ള അമർഷമാണ് ഈ വാക്കുകളിലൂടെ അദ്ദേഹം പ്രകടിപ്പിച്ചത്. തിരുവനന്തപുരത്ത് ലാബിന് സ്ഥലം നൽകാമെന്ന സംസ്ഥാനത്തിന്റെ നിലപാട് തമിഴ്നാടിന് കൊടുത്തോളൂ എന്ന് താൻ പറഞ്ഞതിനെ എയിംസുമായി കൂട്ടിച്ചേർത്ത് പറഞ്ഞുണ്ടാക്കിയതാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. ഫോറൻസിക് ലാബിന്റെ വിഷയത്തിൽ തന്റെ പ്രതികരണം എയിംസ് വിഷയമായി കൂട്ടിക്കുഴച്ച മാധ്യമങ്ങൾക്കുള്ള മറുപടി കൂടിയായിരുന്നു ഇത്. കേരളത്തിന് അനുവദിച്ച എയിംസ് മറ്റാർക്കും കൊടുക്കാനാകില്ലെന്ന് സുരേഷ് ഗോപി ഉറപ്പിച്ചു പറഞ്ഞു. അത് കേരള സംസ്ഥാനത്തിന്റെ അവകാശമാണ്. തൃശൂരിൽ എയിംസ് സ്ഥാപിക്കണമെന്ന ആവശ്യത്തെയും അദ്ദേഹം പിന്തുണച്ചു.